എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും മാത്രമായി റൊമാൻറ്റിക് ഡേറ്റ്സിനോ കപ്പിൾ ട്രിപ്സിനോ ഒന്നും പോയി ഞാൻ കണ്ടിട്ടില്ല. ഹണിമൂണിന് എവിടെയാ പോയതെന്ന് ചോദിച്ചാലോ, ഓ അതിനുള്ള ക്യാഷൊന്നും ഇല്ലായിരുന്നടേ എന്നാവും മറുപടി. വീട്ടിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഡയലോഗ് രണ്ട് പെൺകുട്ടികൾ ഉള്ള അച്ഛനമ്മമാർ ഉറുമ്പിനെ പോലെ ഓരോ തരി സമ്പാദ്യവും സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയാവും. പിന്നെ വല്ലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ആൺകുട്ടികളില്ലാത്തതിൻ്റെ സങ്കടത്തെപ്പറ്റിയും. ഈ ഡയലോഗ്സ് കേട്ടു തഴമ്പിച്ച എല്ലാ പെൺകുട്ടികളുടെയും ഒരു വാശിയായിരിക്കും ഈ തിയറി തെറ്റാണെന്ന് തെളിയിക്കുക എന്നത്. അങ്ങനെ എൻ്റെ സ്വന്തം ചെലവിൽ ഞാൻ അച്ഛനെയും അമ്മയെയും ഒരു ഹണിമൂണിന് കൊണ്ടുവന്നു, ഇങ്ങ് ജപ്പാനിൽ. വയസ്സ് 60കളിലാണെങ്കിലും രണ്ടുപേരും യുവമിഥുനങ്ങളായി മാറാൻ അധികം വൈകിയില്ല. ആദ്യത്തെ ചമ്മലും പരുങ്ങലും ഒക്കെ ഒന്ന് മാറിയപ്പോൾ രണ്ടുപേരും ഉഷാറായി. ഇത് ഹക്കോനെ എന്ന പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇതൊരു വോൾക്കാനിക് മൗണ്ടൻ വാലിയാണ്. ഇവിടുത്തെ കറുത്ത മുട്ട വളരെ ഫേമസ് ആണ്. വോൾക്കാനിക് ഹോട്ട് സ്പ്രിംഗ് വെള്ളത്തിൽ തിളപ്പിച്ചുണ്ടാക്കിയ മുട്ട. ഇത് കഴിച്ചാൽ 7 വർഷം ആയുസ് കൂടുമത്രേ. ഓട്ടം സീസൺ ആയതുകൊണ്ട് റോപ്പ് വേയിലും ഷിപ്പിലും യാത്ര ചെയ്യവേ ഒരുപാട് നല്ല സീനറീസ് കാണാൻ കഴിഞ്ഞു. പക്ഷേ ക്ലൗഡി ഡേ ആയതു കാരണം ജപ്പാൻ്റെ മോസ്റ്റ് ഫേമസ് ഐക്കണായ മൗണ്ട് ഫുജി കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ആ വിഷമം മാറ്റാൻ കുറേ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത് യുവമിഥുനങ്ങളെ ഹാപ്പിയാക്കി. 10 ദിവസം നീണ്ട ഈ യാത്രയിൽ എപ്പോഴൊക്കെയോ ഞാൻ അവരുടെ പേരൻ്റ് ആയതുപോലെ തോന്നി. അവർ രണ്ടുപേരും കുട്ടികളെ പോലെയും. ഇതാണോ ലൈഫ് കംസ് ടു എ ഫുൾ സർക്കിൾ എന്നൊക്കെ പറയുന്നത്? ആവോ, അറിയില്ല.